ഇന്ന് മനസ്സിലേക്ക് 2 നേരം ചോറ് വെക്കണം. തള്ളക്കാണെന്നുണ്ടെങ്കിൽ തണുത്ത ചോറൊന്നും പറ്റൂല്ല. അപ്പക്ക് വെച്ച ചോറ് മാത്രമേ തള്ളടേക്ക് ചെല്ലുള്ളൂ. എത്ര ദിവസമായി ഞാൻ അതിങ്ങനെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ട്. മുട്ടൊക്കെ വെച്ച വേദന ആയിട്ട് തുള്ളി കഞ്ഞിലെ വെള്ളം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കില്. കുഞ്ഞോളെ കുഞ്ഞോളെ അവിടേക്കടുത്ത് കാറുന്നുണ്ട്. കുഞ്ഞോളെ എന്താണ്? ആജക്ക് തുള്ളി കഞ്ഞിലെ വെള്ളം എന്തേലും കൊടുന്നാളാ, തൊണ്ട വറ്റിയിട്ട് വെച്ച. ഞാൻ ഇവിടെ ഒരു പണിയിലാണ്. അപ്പൊ വെള്ളം കുടിച്ചില്ലാച്ചിട്ടേ ചത്തു പോവൊന്നുമില്ല. മോളെ കൈകൊണ്ട് തുള്ളി വെള്ളം കിട്ടുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കണ്ട. തെരുവില ഓള്. ആണെന്നുണ്ടെ നീച്ചു വന്നെടുത്ത് കുടിച്ചോളൂ. ഒരുത്തി ഇവിടെ കൊടുന്നാക്കി പോയിട്ട് ഒരാഴ്ചയായി. ഒന്നും ഇവിടെ തിരിഞ്ഞു നോക്കണവും കൂടി ഇല്ല. ഓളെ തടിമന്ന് കഴിച്ചിലായി ഓള്. ഞാനും വിചാരിച്ചില്ല ഇത്രയും ദിവസമൊക്കെ ഇവിടെ നിർത്തുന്നുള്ളത്. സമയം ഓരോന്ന് തിന്നാൻ വേണം. ഓള് നയിച്ചതൊക്കെ ഈ തള്ളക്ക് തിന്നാൻ കൊടുക്കാനേ ടൈമുള്ളൂ. അതൊരു ഇറങ്ങറ്. പെരേക്കും കൂടി ഒന്നും പോവാൻ പറ്റാത്തൊരവസ്ഥയായി. എത്ര ദിവസമായി ഇന്ന് വിളിക്കൽ തുടങ്ങിയിട്ട് വായോ വായോ അറച്ചില്. ഇത് ഉണ്ടാവുമ്പോ എങ്ങനെ പോണു ഇവിടുന്ന്? ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോയിരുന്നുണ്ടെങ്കിൽ പിന്നെ മകന്റെ തൊള്ളേക്ക് എടുക്കണേ ഞാൻ കേക്കും വേണം. ഈ തള്ളത് എന്തേ കാട്ടുന്നത്? തള്ളങ്ങൾ എന്താണ് കാട്ടുന്നത്? വാഷ് ബേസിലൊക്കെയാണ് തുപ്പിയൊക്കല്. മര്യാദക്ക് നേരാക്കിട്ട് പോയാ മതി നിങ്ങള്. ഇവിടെ ആൾക്കാർ വരുമ്പോ ഓരോന്ന് പറയാണ് വാഷ് ബേസിന്റെ അവിടേക്ക് പോവാൻ വയ്യ മണക്കണെന്ന്. എങ്ങനെ മണക്കാതെ ഇരിക്ക? 4 പുറക്കേയും തുപ്പി അരപ്പാക്കി വെച്ചിക്കണ്. ഞാനത് നേരെ പോയിട്ട് നേരാക്കണം. ഇത്ര വൃത്തിയില്ലാത്തൊരു തള്ള. അത് നേരാക്കിട്ട് നിങ്ങൾ പോയാ മതി. ഏത് നേരും മനസ്സിന് സുഖം സൗകര്യമില്ലാത്തൊരു കൊരയും. എന്തേലും മരുന്നെടുത്ത് കുടിക്കുവാവും ചെയ്യൂല. ഉമ്മാന്റെ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കണ കൊരന്റെ. അതൊന്ന് വാങ്ങി തരുവജ്. മകളുണ്ടല്ലോ, മകളോടാണ് പറഞ്ഞാണിട്ടാ മരുന്ന് കൊടുന്നേരാന്. എന്നും ഈ മകൻ തന്നെ വാങ്ങണമെന്നില്ല. പണിയും കൂടി ഇല്ലാതെ ഇരിക്കണം ആ പാവം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് മരുന്ന് വാങ്ങി തന്നത് കൊരക്കാണ് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണത്? ഒന്നിച്ചെടുത്ത് കൗത്തുകയാണ് അണ്ണാക്കക്ക്. മര്യാദക്ക് കുറച്ചൊക്കെ എടുത്ത് ഉപയോഗിക്കുക. വേറെ ആരും ഇവിടെ ചെലവിനൊന്നും തരാനില്ല. പറഞ്ഞൊന്നും വേണ്ട. അത് ക്ലീൻ ആക്കിട്ട് പോയാ മതി നിങ്ങള്. ഞാൻ വന്നു നോക്കുമ്പോ എന്തേലും കാണിട്ട് ഞാൻ അതിന്. ചോറ് തിന്നട്ടെ. ഓ ചമക്കണ ചമ കണ്ടില്ലേ? നല്ല ആടോള് ചമക്കണ പോലെ. നല്ല വിഷമീന്ന്. അതാ ഞാൻ അടുത്ത് തിന്നത്. ഓ വിഷക്കരിപ്പ് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അത് വിചാരിച്ചിട്ട് 4 നേരം വെട്ടി വിടുങ്ങണമൊന്നുമില്ല.
തടിയോണ്ടിട്ട് വെജ് ചെയ്യുന്നു, തിന്നലിനൊരു കുറവുമില്ല. 2 നേരം ചൂടുള്ള ചോറേ ഇറങ്ങുള്ളൂ. നാളെ മുതൽ ഞാൻ രാവിലെ അത് വെക്കും, അതന്നെ നിങ്ങൾ രാത്രി തിന്നേണ്ടി വരും. പിന്നെ കൂട്ടാന് മീനൊന്നും വല്ലാതെ തിന്നൊന്നും വേണ്ട. നിക്കും വേണം. ഞാൻ ഇവിടെ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ ഞാൻ കൂട്ടലുണ്ട്. ഒരു ദിവസം മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോ 1 ദിവസം തന്നെ തികയണില്ല. ഇനി മീനൊന്നും വല്ലാതെ കൂട്ടണ്ട. ഉണക്കൽ മീൻ ഉണ്ട് ഫ്രിഡ്ജിൽ, അത് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കണ്ട്, അത് എടുത്ത് തിന്നാ മതി. ഓ, തീറ്റയോട് കണ്ടാല് ആർത്തിപ്പണ്ടാരം. വിളിക്കണ്ടല്ലോ. ഹലോ. വലൈക്കും അസ്സലാം. സുഖാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നതാണ്. ഇന്നെന്ത് നേരം വൈകി വിളിക്കാന്? അതെ, എന്തെങ്കിലും തിന്നാ? പിന്നെ നിങ്ങളൊരു 5000 ഉറുപ്പ്യ അയക്കൊണ്ട് കേട്ടോ. ഉമ്മാന്റെ മരുന്നൊക്കെ കഴിഞ്ഞിക്കണെന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് വാങ്ങണം. പിന്നെ ഉമ്മാക്ക് അധികം ഇടാനുള്ള ഡ്രസ്സൊന്നുമില്ല, അപ്പൊ 2-3 കൂട്ട് മാക്സി ഒക്കെ ഒന്ന് എടുത്തു കൊടുക്കാനേന്ന്. അയക്കുങ്ങള്. ഇമ്മേ, ഇമ്മ കൊലായ്മ ഇരിക്കണ്ട്. ഞാനിപ്പ അവിടെ അടിക്കട്ടാ. അതല്ല, ഞാനിക്കൊന്ന് ബാത്റൂമിലൊന്ന് പോണം, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ശരി. തള്ളന് ഇവിടെ നടക്കണ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണാവോ? ആദ്യം തന്നെ തള്ളനോട് പറയണം, എന്നിട്ടേ ഫോൺ അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, എന്റെ കുട്ടി എന്താ ഒന്ന് വിളിക്കൊന്നും ചെയ്യാത്താണാവോ? ഓളെ ഫോൺക്കാണ് ഇപ്പൊ വിളിക്കാനുള്ളത്. ഓക്ക് എന്തേ പറ്റിയാണാവോ? വരാന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസമൊക്കെ നേരം വെക്കലും ഇല്ല, കാണാനില്ല അതിന്. അതെ, നിങ്ങളെ മകൻ വിളിക്കുന്നുണ്ട്. ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇനി പറയാൻ നിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലേ അപ്പൊ ഞാൻ പറഞ്ഞുതരണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പച്ച വെള്ളം ഞാൻ തരൂല, പട്ടിണിക്കിട്ട് ഞാൻ കൊല്ലും, പറഞ്ഞുതരാം. ഞാൻ അടിച്ചുതരാം. അടിക്കുണ്ട്. ഹലോ, അസ്സലാമലൈക്കും. സുഖാണെടാ, കൊഴപ്പൊന്നുമില്ല. എന്താ ഉമ്മാന്റെ കുട്ടിയുടെ പാട്? ഓള് 4 ദിവസം എന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ ഓളെ കാണാനില്ല, എന്തിയാണാവോ? വരുണ്ടാവും. ചോറോ? തിന്നിക്കണ്. അതൊക്കെ ഓള് നേരത്തെ തരുന്നുണ്ട്. എന്റെ മരുന്ന് കഴിഞ്ഞിക്കണേ, അത് വാങ്ങാൻ ഞാൻ ഓളോട് പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ, വേറൊന്നും ഇല്ലല്ലോ. എന്ന് വെച്ച് പിന്നെ വിളിക്കുന്ന. ശരി എന്നാ. വലൈക്കും അസ്സലാം. മതി ഫോൺ വിളിച്ചത്. നീ കൂടുതൽ വർത്താനം പറഞ്ഞാലേ ശരിയാവൂല. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിച്ച് വർത്താനം പറഞ്ഞോളാം. അല്ല, നിങ്ങളെ മകളല്ലേ പറഞ്ഞത് 2 ദിവസം നിർത്തിയാ മതി ഉമ്മാനേന്ന്? ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞല്ലോ. എവിടെ നിങ്ങളെ മകള്? ഇവിടെ കൊടുന്ന് തള്ളിക്കാണ്ട് അത് പൊയ്ക്കണല്ലോ. ഓളെന്തേലും തിരക്കില് പെട്ടിട്ടുണ്ടാവും, അതേ കാര്യം വരാത്തത്.
വരുണ്ടാവും 2 ദിവസം കൂടി കഴിഞ്ഞാല്. വേറെ ആർക്കും ഇവിടെ അർജന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളെ മകൾക്ക് മാത്രമേ ഉള്ളൂ. ഓളെ മേത്തുന്നാണ്ട് ഒഴിവാവാൻ വേണ്ടിട്ട് നിങ്ങളെ കൊടുന്ന് തള്ളിയതാണ്. ഇക്കൊന്നും വെച്ച അധികം കാലൊന്നും നോക്കാന്. കേറിപ്പോയ 2 ദിവസം കൂടി ഞാൻ ഇവിടെ നിർത്തും. അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. ഞാനും എന്റെ മാപ്പിളയും കൂടി സ്വസ്ഥതയിലൊന്ന് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് മാറിയത്. അപ്പൊ അതിന് സമ്മതിക്കൂല. ഓളൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുപോവാന് അത്രയും സമാധാനം. ഓളൊന്ന് പോയിട്ട് വേണം ഈ പെരന്റെ ഉള്ളൊന്ന് അടിച്ചൊളിച്ചൊന്ന് തുടച്ചിടാന്, ഒരു വൃത്തി കിട്ടാൻ വേണ്ടിട്ട്. ഡെറ്റോളൊക്കെ പറഞ്ഞ് നേരാക്കേണ്ടി ഇരുന്നി. എന്ത് പറഞ്ഞാലും തൊള്ളേന്നൊരു അക്ഷരം കൊണ്ട് വരൂല. ഒക്കെ കേട്ട് മുണിങ്ങി അവിടെ ഇരുന്നോളൂ. തിരിച്ചെന്തേലും പറഞ്ഞാലല്ലേ ഉള്ളൂ ഇവിടെ പ്രശ്നം ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പോഴല്ലേ പിടിച്ച് പുറത്താക്കുള്ളൂ. ഇല്ലെങ്കിൽ ആരും പുറത്താക്കൊന്നും ഇല്ലല്ലോ. അത് വിചാരിച്ചിട്ടല്ലേ. എന്തായാലും അതിന്റെ അടുത്ത് നടക്കൊന്നുമില്ല. പടച്ചോനെ, എന്തിനാണ് ഇന്നവിടെ ഇങ്ങനെ ഇട്ടിക്കുന്നത്? എന്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്നെ നല്ല നോക്കും. എന്റെ കുട്ടിക്ക് പറ്റിയാണോ? സ്വസ്ഥതയിൽ ഒരു ഫോൺ നോക്കാനെങ്കിലും നിങ്ങളൊന്ന് സമ്മതിക്കോ? നിങ്ങൾക്ക് എന്താ ജന്മനാ കിട്ടിയതാ ഈ ഒരു ചുമ? ഇനി നേരം വെളുക്കൂടെ തന്നെ ഇക്കാരം. ബാത്റൂം പോക്കും തുപ്പലും ഇതൊക്കെ തന്നെ ഇക്കാരം. ഈ ചുമ മാറിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി ഉള്ളിക്ക്. ഇല്ലാന്നുണ്ടെങ്കിലേ ഇവിടെ കിടന്നോളൂ നിങ്ങള്. അതാ നല്ലത്. ആരും പറയാനൊന്നും പോണില്ലല്ലോ ഇവിടെ കിടന്നിട്ടുള്ളത്. എന്റെ കുട്ടിപ്പം ഇങ്ങോട്ട് വരികയെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് പോവായെന്ന്. വളർത്തൊക്കെ ഇത്രയും ദിവസമൊക്കെ നിന്നത് കാലേക്കാൻ വെച്ച നല്ല ഇഷ്ടമാവും ചെയ്ത്. ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ ഇവിടെ വരെ കൊടുന്നാക്കിയോളൂ. നമ്മ കിടന്നിട്ടാണാവോ? ആരാണാ വരുന്നേ? ടോർച്ചൊക്കെ അടിച്ച് കാണാണ്ടല്ലോ. സാഹചര്യത്തെയാണോ ഇന്നല്ല ഇരിക്കണത്? എന്തെങ്കിലും മഴയത്ത് അവിടെ ഇരിക്കണം. ഇമ്മ, നിങ്ങൾ എന്തെന്നാ ഇവിടെ ഇരിക്കണേ? ഒന്നില്ലേ, ഞാൻ വെറുതെ ഇങ്ങനെ വന്നിരുന്നതാണ്. ഈ ഇമ്മാന്റെ കുട്ടി എന്ത് ഈ നേരത്ത് ഈ മയം കൊണ്ടുകാണ്ട് ഇവിടെ ഇരിക്കാൻ? നിങ്ങൾക്ക് ഭ്രാന്താണ്? എന്താ ഓല് വാതിലൊക്കെ അടച്ചു പോയിക്കണല്ലോ? എന്താ കാര്യം? ഓള് വാതിലടച്ച് കിടന്നിക്കണ്. ഉമ്മാന്റെ കൊര കാരണേ ഓൾക്ക് ശല്യ അത്ര. അപ്പൊ ഉമ്മ ഇവിടെ വന്നിരുന്നതാ. ഉമ്മ, ഞാൻ ഇത്രയും ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിന്ന്. ഞാൻ ഫോൺ അടിച്ചിട്ട് വരെ നിങ്ങളെ മരുവോള് നിർത്തിയില്ല. പിന്നെ എങ്ങനെ ഞാൻ ഇമ്മാനോട് ഇതൊക്കെ പറയാ? ഞാൻ എന്റെ ഉമ്മാനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നതാ. നിങ്ങൾ പോരല്ലേ? ആ, പോവാ. ഒക്കെ ഇവിടെ നിക്കണ്ട. ഉമ്മാന്റെ കുട്ടിയെ തന്നെ നിന്നാ മതി. പോവാ നമ്മക്ക്. ഓളോട് പറഞ്ഞിട്ട് പോയാ മതി. ഉമ്മ ഓലോളിച്ചണ്ട. ഓളോട് പറഞ്ഞിട്ട് പോവാ. വേരി. ആ, ഞാൻ കേറാ. ഇതിപ്പോ എല്ലാം അടിച്ചു നോക്ക്. മരിയോളെ, അങ്ങനെ ഞാൻ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കണില്ല. ഉമ്മാന്റെ കുട്ടി ഒന്നും പറയാൻ നിക്കണ്ട. നമുക്കാണ് പോവുക. അവളോട് പറഞ്ഞിങ്ങാണ്ട്
നിങ്ങൾ അവിടെ മുണ്ടാതിരുന്നോളി, എനിക്കറിയാം എന്താ പറയണ്ടെന്നുള്ളതൊക്കെ. ആ ഇജോ എന്താ ഈ രാത്രി? ആ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. വന്നതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. എന്തെങ്കിലും ഉമ്മാനെ കുറിച്ച് പുറത്താക്കിക്കണേ? ഞാൻ ഉമ്മാനെ പുറത്താക്കിയൊന്നുമല്ല. ഞാൻ എത്ര നേരമായി വിളിക്കണെന്ന് അറിയോ? അപ്പൊ എന്നോട് പറഞ്ഞത് ഇജ്ജ് വാതിലടച്ചിട്ട് ഔത്ത് പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാന്ന്. അപ്പൊ ഇനി പൂച്ചൊന്നും കയറണ്ട ചോദിച്ചിട്ട് വാതിലടച്ചുന്നുള്ളൂ. അല്ലാതെ ആരും എന്റെ ഉമ്മാനെ കുറിച്ച് പുറത്താക്കിയതൊന്നുമല്ല. ഒരുമ്മ സ്നേഹം തന്നെ അങ്ങനെയാണല്ലേ? എന്റെ അമ്മ എല്ലാ കാര്യം എന്നോട് പറഞ്ഞിക്കുന്നു. നിങ്ങൾ എന്റെ അമ്മാനെ കുറിച്ച് പുറത്താക്കിയതാണ് എന്ന് വരെ. ആഹാ, അത്രയ്ക്ക് സ്നേഹം ഒക്കെ എന്റെ അമ്മാനോട്. എന്നിട്ടാണല്ലോ 2 ദിവസം എന്ന് പറഞ്ഞിട്ട് 10-15 ദിവസമായി ഇവിടെ കൊടുന്ന് തള്ളിയിട്ട്. അനക്കൊന്ന് വിളിക്കണം എന്നുള്ള ബോധമൊന്നും ഇല്ല. എന്റെ ആങ്ങളോട് വിളിക്കട്ടെ, ഇതിനുള്ളതൊക്കെ ഞാൻ ഓനോട് പറഞ്ഞോണ്ട് ബാക്കി ഓൻ തന്നോളൂ നിങ്ങൾക്ക്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ പാവത്തിനെ ഇവിടെ നിർത്തിയത്. ഞാൻ എത്ര ദിവസമായി ഞങ്ങളെ ഫോണൊക്കെ അടിക്കണേ, നിങ്ങൾ എടുക്കണന്നെ ഇല്ലല്ലോ. ആ ഞാൻ പല പണിയിലേക്കാരാ, അപ്പൊ എനിക്ക് ഫോൺ എടുക്കാനൊന്നും പറ്റൂല. അത്രക്ക് തന്നാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്റെ ഉമ്മാന്റെ അടുത്ത് ഒരു ഫോണാണ് കൊടുത്തുകൂടായില്ലേ? ഇതെങ്ങനെ എന്റെ ഫോണിക്ക് ഇങ്ങനെ വിളിക്കണത്? ഈ 15 ദിവസം തന്നെ ഞാൻ എങ്ങനെ ഇതിനെ നോക്കി നീക്കേ അറിയുള്ളൂ. കണ്ടിടത്തൊക്കെ തൊപ്പി വെച്ചിട്ടും ബാത്റൂമൊക്കെ ആകെ അരപ്പാക്കിയിട്ട് ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്റെ അമ്മാനെ ഇത് കൊണ്ടുപോയിട്ട് വേണം ഈ പേരൊന്ന് നേരാക്കി എടുക്കാൻ. പറഞ്ഞ എന്റെ ആങ്ങളെ അങ്ങനെ വിശ്വസിച്ചിട്ട്. എന്തായാലും അവൻ വിളിക്കട്ടെ, ഇക്കറിയോ അവനോട് എന്തൊക്കെയാ പറയണ്ടെന്നുള്ളതൊക്കെ. ഞാൻ എന്താ പറയാന്നോ, ഇത് കണ്ടങ്ങള് ഇതിൽ ഞാൻ റെക്കോർഡ് ഓൺ ആക്കി വെച്ചിക്കണ്. ഇത് ഞാൻ ഓൻകാണ്ട് അയച്ചു കൊടുത്തോണ്ട് നിങ്ങൾ ആ നിലയിലൊന്നും ഇനി നടക്കൂല. പാവ എന്റെ അമ്മാനും പറ്റിച്ചങ്ങാണ്ട് പേര് സ്ഥലം സ്വന്തം പേരിലാണ്ടാക്കിങ്ങാണ്ട് അതിനങ്ങടെ ആട്ടാന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? ഞാൻ എന്തായാലും എന്റെ അമ്മാനായിട്ട് പോവന്നെയാണ്. നിങ്ങൾ ഇവിടെ സുഖമായിട്ടൊന്ന് ജീവിക്കണൊക്കെ ഒന്ന് കാണണം. വാ അമ്മ പോരി. ഞാൻ പോവാണ്. ഞങ്ങൾക്ക് ഇന്റെ ഒരു ശല്യമൊന്നും ഉണ്ടാവൂല. നിങ്ങൾ എന്തിനും ഓളോടൊക്കെ പറയാൻ നിക്കണത്? ഇത് വേറെ പണിയില്ല. നിങ്ങൾ പോരിങ്ങണ്ട്, വണ്ടി അവിടെ കാത്തിക്കുന്നുണ്ട്. ഈ കുരുപ്പത്തി ഇക്കാക്ക് എന്തേലും വിളിച്ച് പറയോ? അത്രക്ക് ധൈര്യമൊന്നും ഉണ്ടാവില്ല നോക്ക്. പോണത് പോട്ടെ. വളരെ സമാധാനമായത്. എന്റെ അമ്മാക്ക് വിളിച്ചൊന്ന് പറയട്ടെ. അമ്മാള് നാളെ തന്നെ 2 ദിവസം നിക്കാൻ വരാൻ പറയണം. 10-15 ദിവസമായി ഒന്ന് വന്ന് പോയിട്ട്. ഹലോ. ആ സന്തോഷത്തിലൊക്കെ തന്നെയാണ്. എന്റെ അമ്മായിമാനെ സാജിത വന്ന് കൊണ്ടുപോയി. ആ കൊണ്ടുപോയി. ഇപ്പൊ എന്നോട് കൊറേ ചാടി കളിച്ച്. ഓളാരെന്നോട് ചാടി കളിക്കാൻ? എന്റെ പേരന്റെ ഉള്ളിൽ വന്നുകൊണ്ട് ഓള് ഇന്നെ ഭരിക്കാൻ നിൽക്കുന്നു. ഞാൻ 4 വർത്താനാണ് പറഞ്ഞിട്ട് ആട് പറഞ്ഞയച്ചിട്ടുണ്ട്. നട്ടപ്പാതിരക്ക് ഒന്ന് പോയി കിട്ടിയല്ലോ, വലിയ സമാധാനം. ഇന്ന് എത്ര ദിവസമായി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്. ആ ഒരു തള്ള കാരണം നിങ്ങൾക്കും കൂടി ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നിങ്ങൾ നാളെ തന്നെ വരിട്ട് എന്തായാലും. അന്ന് ചോറ് തിന്നുകാണ്ട് അത് കിടക്കണം. ഇക്ക വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും ഓള് വിളിച്ച് പറഞ്ഞിക്കാണാവോ? ശരി, ഞാൻ പിന്നെ വിളിക്കണ്ട്. ഹലോ. ഇക്ക. ഇമ്മ കിടന്നിക്കണേ. ഇനി നാളെ വിളിക്ക. അതിക്ക സാജി വന്ന് കൊണ്ടേക്കണം ഉമ്മാനെ. കൊറച്ചേരായി ഞാൻ കൊറേ പറഞ്ഞു ഉമ്മാനോട് പോവണ്ടാന്ന്. 2 ദിവസം കൂടി നിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ലേ. ഉമ്മാനെ നോക്കി പൂതി ഇരുന്നിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഒന്നും നിങ്ങളെ ഉമ്മാനെ പെങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പെങ്ങളൊക്കെ പറഞ്ഞിക്കണ പറഞ്ഞപ്പോ എന്താ ആങ്ങളുടെ ഒരു ചൂട്. പെങ്ങൾ ഇന്നെ പറഞ്ഞതിനൊന്നും കണക്കില്ലല്ലോ. റെക്കോർഡോ?
ഞാൻ എവിടെ പോവാനാ? ഇക്ക, ഹലോ. കട്ടാക്കിയ തള്ളയും മകളും കാരണം പിന്നെ ഞാൻ ഇറങ്ങേണ്ട അവസ്ഥ. നല്ലപോലെ നിന്ന് വരികയും ഈ നേരത്താണോ തള്ളനൊക്കെ പുറത്തിരുത്തിട്ട് ഇങ്ങനെ പോരാൻ തോന്നിയത്.